വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹിൽ അൽഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. സദഖല്ലാഹു മൗലാനൽ അലിയ്യുൽ അളീം. وقال نبيكم صلى الله عليه وسلم خيركم من تعلم القرآن وعلمه. ആദരണീയരായ ഈ പ്രൗഢമായ സദസ്സിൽ സന്നിധരായിരിക്കുന്ന പ്രഗത്ഭരായ നേതാക്കളെ, ആദരണീയരായ പണ്ഡിത നേതാക്കളെ, വന്യരായ KSCയുടെ നാട്ടിലെയും വിദേശത്തെയും പ്രഗത്ഭരായ നേതാക്കൾ, ഇന്നത്തെ വിശിഷ്ടാതിഥികളായി ഇവിടെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരായ മുസ്തഫ M Square കൺസ്ട്രക്ഷൻ MD, അതുപോലെ തന്നെ പ്രിയങ്കരനായ മറ്റൊരു മുസ്തഫ ഭാരത് കൺസ്ട്രക്ഷൻ, അതുപോലെ വളരെ മനോഹരമായ ഒരു പ്രഭാഷണത്തിന് വേണ്ടി നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊക്കെ സുപരിചിതനായ ജമീർക്ക, ആദരണീയരായ ആകർഷൻ അഹമ്മദ് ഹാജി അവർകൾ, ഈ മനോഹരമായ യോഗം ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ സുഹൃത്ത് ദുബായ് KICയുടെ പ്രസിഡന്റ് അഷ്റഫ് ഷാ മാന്തൂർ, ആദരണീയരായ KICയുടെ പ്രിൻസിപ്പൽ വന്യരായ ബംബ്രാണ് ഉസ്താദ്, ഈ മനോഹരമായ സദസ്സിൽ സന്നിധരായിരിക്കുന്ന മറ്റു പ്രഗത്ഭരായ നേതാക്കളെ, ഉസ്താദുമാരെ, ഒരു സുദീർഘമായ ആശംസാ പ്രഭാഷണത്തിന് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നില്ല. അള്ളാഹു നമ്മൾ ഈ കൂടിയതും പിരിയുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. KSC എന്ന നീണ്ട പതിറ്റാണ്ടുകളുടെ വലിയ ചരിത്രവും പാരമ്പര്യവും പറയാനുള്ള മനോഹരമായ ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് പ്രിയങ്കരനായ സ്വാഗത പ്രഭാഷകൻ, ഈ സ്ഥാപനത്തിൻ്റെ സംഘാടക സെക്രട്ടറി കൂടിയായിട്ടുള്ള പ്രിയ സുഹൃത്ത്, SKSF കർണാടക സ്റ്റേറ്റ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പ്രിയങ്കരനായ അനീസ് കൗസരി ഇവിടെ വളരെ മനോഹരമായി അവതരിപ്പിക്കുകയുണ്ടായി. ഈ ഒരു ഹിഫ്ളുൽ ഖുർആൻ സ്ഥാപനത്തിന് വേണ്ടിയുള്ള മനോഹരമായ ബിൽഡിങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. ആ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്ന പ്രവാസി കമ്മിറ്റികളുടെ പ്രിയങ്കരരായ നേതാക്കൾ, പ്രത്യേകിച്ച് അഷ്റഫ് ഖാ അദ്ദേഹത്തിൻ്റെ രസകരമായ സരളമായ ആ ഒരു സംസാരത്തിൽ കാര്യങ്ങളൊക്കെ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. KSCയെ സംബന്ധിച്ചിടത്തോളം കർണാടകയിലെ എല്ലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ചും, നൂറുലുദയാണെങ്കിലും ദാറുന്നൂർ ആണെങ്കിലും, അതുപോലെ ബെൽത്തങ്ങാടിയിലുള്ള നമ്മുടെ സ്ഥാപനമാണെങ്കിലും, തോടാറുള്ള ഷംസുൽ ഉലമ അക്കാദമി ആണെങ്കിലും, ഗൾഫിലെ കർണാടകക്കാരായ നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ വളരെ വലുതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അതൊക്കെയും അവരിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ഈ അവസരത്തിൽ ദുആ ചെയ്യുകയാണ്. ഓരോ പ്രിയപ്പെട്ട നേതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ പ്രവർത്തനങ്ങളൊന്നും ഞാൻ ഈ അവസരത്തിൽ എടുത്തു പറഞ്ഞ് സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. KSC കർണാടകയിലെ സമസ്തയുടെ ശബ്ദം ആദ്യകാലങ്ങളിൽ ആധികാരികമായി മുഴക്കിയ മനോഹരമായ ഒരു സ്ഥാപനമാണ്. പ്രഗത്ഭരായ ഒരു പറ്റം പണ്ഡിത സുഹൃത്തുക്കളെ ഈ സമുദായത്തിന് സമർപ്പിക്കാൻ ഈ കാലയളവിനുള്ളിൽ ഈ സ്ഥാപനത്തിന് സാധ്യമായിട്ടുണ്ട് എന്നത് ഏറ്റവും ഊന്നിപ്പറയേണ്ട ഒരു വസ്തുതയാണ്. ഇന്നത്തെ ഈ മനോഹരമായ പരിപാടിയിൽ നിരവധി ഹാഫിളീങ്ങളായ യുവ പണ്ഡിതന്മാരാണ് ഇവിടെ നിന്ന് ഹിഫ്ള് കോഴ്സ് പൂർത്തീകരിച്ചതിൻ്റെ സനദ് സ്വീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ല. പരിശുദ്ധ ഖുർആനിലെ 30 ജുസുകൾ മനഃപ്പാഠമാക്കി ഹൃദിസ്ഥമാക്കുകയും പരിശുദ്ധ ഖുർആനിനെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ, ഹൃദയത്തിൽ സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഇവിടെ നിന്ന് സനദ് സ്വീകരിക്കുന്നത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി പുണ്യ നബിയുടെ ഒരു ഹദീസ്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഖുർആനിന്റെ സന്ദേശം സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും ഖുർആനിന്റെ ഉന്നതമായ അധ്യാപനങ്ങളെ സമൂഹത്തിന്റെ താഴെത്തട്ടിലേക്ക്, ജനതയുടെ അകത്തളങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിനും വേണ്ടി ആർക്കാണോ നിലകൊള്ളാനാവുക അവരാണ് ഈ സമുദായത്തിൽ ഏറ്റവും ഉത്തമമായ ധർമ്മം നിർവഹിക്കുന്നവർ എന്ന് 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ലോകത്തിന് ധർമ്മത്തിന്റെ പാഠങ്ങൾ പഠിപ്പിക്കാൻ വന്ന പരിശുദ്ധ പ്രവാചകൻ നബിയുന മുഹമ്മദ് മുസ്തഫ
മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രോജ്വലിച്ചു നിൽക്കുന്ന ഇസ്ലാമിന്റെ ഉന്നതമായ ജീവിത ദർശനങ്ങളെ മനോഹരമായ മാതൃകകൾ കൊണ്ട് സമൂഹത്തിന് പരിചയപ്പെടുത്തുന്ന എന്ന ഉന്നതമായ ഒരു ധർമ്മമാണ് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. വരുന്ന തലമുറയെ, വളരുന്ന തലമുറയെ അള്ളാഹുവിന്റെ ദീനിന്റെ സത്യത്തിന്റെ സൽപന്താവിൽ അടിയുറപ്പിച്ചു നിർത്തുകയും ദീനിന്റെ ജീവിക്കുന്ന മാതൃകകളായി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവരെ അവതരിപ്പിക്കുകയും ചെയ്യുക എന്നത് ഈ സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത ഒരു വലിയ ദൗത്യമാണ്. നമ്മൾക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം ന്യൂസിലാൻഡിലെ ക്രൈസ്റ്റ് ചർച്ചിൽ വെച്ച് നടന്ന അതിദാരുണമായ ഒരു വെടിവെപ്പിന്റെ ചിത്രം, അതിന്റെ വീഡിയോ, അതിന്റെ വേദനിപ്പിക്കുന്ന ഓർമ്മകളുമായിട്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ലോകത്താകമാനം പരിശുദ്ധ ഇസ്ലാം കടുത്ത വെല്ലുവിളികളിലൂടെ കടന്നു പോകുമ്പോഴും പ്രതീക്ഷ നൽകുന്ന കാഴ്ചകളെ നമ്മൾ കാണാതിരുന്നുകൂടാ. ആ പ്രതീക്ഷ നൽകുന്ന കാഴ്ചകളുടെ കൂട്ടത്തിലും എണ്ണേണ്ടതാണ് ഇതുപോലത്തെ സദസ്സുകൾ എന്നുകൂടി ഞാൻ സാന്ദർഭികമായി ഇവിടെ വെച്ച് ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സുദീർഘമായ സംസാരം എൻ്റെ ശേഷം സംസാരിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് പ്രിയങ്കരനായ സുഹൃത്ത് ഖലീൽ ഉദവിയുടെ പ്രഭാഷണമൊക്കെ ഇവിടെ നടക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ വാക്കുകൾ, ആശംസാ വാക്കുകൾ ഇവിടെ താൽക്കാലികമായി നമ്മളെപ്പോഴും സംസാരിക്കുകയും കാണുകയും ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ ഞാൻ തൽക്കാലം എൻ്റെ വാക്കുകൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പ്രിയങ്കരനായ സുഹൃത്ത് നമ്മുടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത രണ്ട് മുസ്തഫ ഇവിടെ ഇരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, we are very happy to receive these honorable guests on Mr. Mustafa MD M Square Constructions. I had heard about him a lot while I was there in UAE with our Ashraf Shah Mansoor. So sir, I think all of the people here are very familiar with you, even though they cannot communicate right now because of our formalities. Anyhow, we are very happy to get you here. The same way Mustafa Bharat Construction MD, അദ്ദേഹം വളരെ മനോഹരമായ ചില ആശയങ്ങൾ ഒന്ന് രണ്ട് വാക്കുകളിൽ, ചുരുങ്ങിയ വാക്കുകളിൽ, I don't know whether he can understand my Malayalam. You are getting me? Yeah, really, mashallah, very happy. അദ്ദേഹം പറഞ്ഞത് IAS അടക്കമുള്ള സിവിൽ സർവീസിന്റെ സാധ്യതകളിലേക്ക് നമ്മുടെ പുതിയ തലമുറയെ, നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തെ എങ്ങനെ കൊണ്ടുപോകാം എന്നതിനെ പറ്റി. സത്യത്തിൽ ബിസിനസ് മേഖലയിലുള്ള ആളുകൾ അവരുടെ ലോകവുമായിട്ട് പോകുന്ന ഒരു കാലമാണ്. അവരുടെ സുഖങ്ങളുമായി, അവരുടെ സൗഖ്യങ്ങളുമായി, അവരുടെ സൗകര്യങ്ങൾ, ആ സൗകര്യങ്ങളുടെ ലോകത്ത് മറ്റൊരാളും ഇന്ററപ്റ്റ് ചെയ്യരുത് എന്നാഗ്രഹിക്കുന്നവരാണ്. എന്നാൽ സമുദായത്തിന്റെ വിദ്യാഭ്യാസ താല്പര്യങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്, ആവേശത്തോടുകൂടെ, നമ്മളെക്കാൾ കൂടുതൽ കരുതലോടുകൂടെ ഇത്തരം വിഷയങ്ങളെ സംസാരിക്കുന്ന യുവാക്കളായ ഇത്തരം സംരംഭകരെ കാണുമ്പോൾ നമ്മൾക്ക് വളരെ സന്തോഷം തോന്നുകയാണ്. അള്ളാഹു അവരുടെ സംരംഭങ്ങളിൽ എല്ലാ അർത്ഥത്തിലുള്ള ഖൈറും ബർക്കത്തും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അധിക പ്രസംഗമാകരുത് എന്നുള്ളത് കൊണ്ട് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.